ഹായ് ഹലോ വെൽക്കം ബാക്ക് ജെയിൻ ഫാഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു ഹാൻഡ് ബ്ലോക്ക് അജ്രക്കിൽ വരുന്നതിൻ്റെ ഒരു നല്ലൊരു കളക്ഷൻസാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. അതായത് ഞാനിപ്പോൾ ബേസ് വൈസ് ആണ് എടുത്തേക്കുന്നത്, കളർ ബേസ് വൈസ്. അപ്പം ഒരു ബേസിലുള്ളതിൻ്റെ എല്ലാ കളക്ഷൻസും ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതനുസരിച്ച് നമുക്ക് ചെക്ക് ചെയ്തെടുക്കാവേ. ടോപ്പ് ബോട്ടം കോമ്പിനേഷനായിട്ട് എടുക്കാം, അതല്ലെന്നുണ്ടെങ്കിലും ടോപ്പ് തന്നെയായിട്ട് എടുക്കാം. പിന്നെ സ്ട്രൈപ്സ് വരുന്നുണ്ട്, അത് നമുക്ക് ബോട്ടത്തിന് എടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ സ്ട്രൈപ്സ് വരുന്നത് നമുക്ക് സ്ട്രൈപ്സും സിക്സ് ആക്കും ഒക്കെ നമുക്ക് ടോപ്പ് മെറ്റീരിയലിന് എടുക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഇത് ഇന്നത്തെ വീഡിയോയിൽ അതായത് ഹാൻഡ് ബ്ലോക്കിൽ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്കിൽ കോട്ടണിൽ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് അജ്രക്കിൽ വരുന്ന ഐറ്റംസാണ്. 275 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നമ്മൾ സ്ക്രീനിൽ ഡിസ്ക്രിപ്ഷനിൽ വാട്സാപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. പിന്നെ ക്യാഷ് ഓൺ ഡെലിവറി ഫെസിലിറ്റി നമുക്കില്ല. അതുപോലെ തന്നെ ഇതിന് കൊറിയർ, അതായത് ഷിപ്പിംഗ് ചാർജസ് എക്സ്ട്രാ ആയിരിക്കും. ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ ദി വെയ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ ഓർഡേർഡ് ആണ് കേട്ടോ. അപ്പോൾ ഓരോന്നായിട്ട് കാണാം. അപ്പോൾ ഈ ഫസ്റ്റ് എന്ന് പറയുന്നതൊക്കെ ഒരു പിന്നെ നമുക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്കൊരു അക്കൗണ്ട് ഉണ്ട്, ജെയിൻ ഫാഷൻസ് ബുട്ടീക്ക് എന്നും പറഞ്ഞുകൊണ്ട്. അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ഒരു കാഷിഷിൻ്റെ ബേസിൽ വരുന്നതാണ് കേട്ടോ. അതിനകത്ത് റെഡും ബ്ലാക്കും ഒക്കെയാണ് കോമ്പിനേഷൻസ് വരുന്നത്. അപ്പോൾ 44 ഇഞ്ചാണ് വിഡ്ത്ത്. ഇതിൻ്റെ ഈ ഒരൊറ്റ ബേസിലേ വരുന്നുള്ളൂ. ഇത് ഒരെണ്ണം മാത്രമേ നമുക്ക് ഈ ബേസിൽ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ ഇതിന്. അപ്പം ഓർഡർ ചെയ്യാൻ തന്നെ ഒറിജിനൽ ഹാൻഡ് ബ്ലോക്ക് അജ്രക്കിൽ വരുന്നതാണ് കേട്ടോ. എല്ലാം ഇങ്ങനെ നിവർത്തി കാണിക്കേണ്ട ആവശ്യമില്ലല്ലോ, പ്രിൻറ്റ് മാത്രം കാണിച്ച് പോയാൽ പോരെ. നമുക്കറിയാം ഈ മെറ്റീരിയലിൻ്റെ ഇത് ഉപയോഗിക്കുന്നവർക്കറിയാം റേറ്റ് അത് വെർത്താണ്. ഫാബ്രിക്ക് അതിൻ്റെ ആ ഒരു സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ ഉള്ള ആ ഒരു എലഗൻസും അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ റേറ്റ് അതിന് വെർത്തായിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. അപ്പോൾ പ്യുവർ കോട്ടണിൽ ഹാൻഡ് ബ്ലോക്കിൽ വരുന്ന ഐറ്റംസാണ് കേട്ടോ. അതുപോലെ തന്നെ നമുക്ക് നാച്ചുറൽ ഡൈ ഇട്ടാണ് ഇതൊക്കെ ചെയ്ത് വരുന്നത്. അതുകൊണ്ട് കളർ ഗാർഡ് പോലുള്ള മെറ്റീരിയൽസ് കളർ ഗാർഡ് മെറ്റീരിയലല്ല, കളർ ഗാർഡൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതായിരിക്കും. അപ്പോൾ ഫസ്റ്റ് വൺ ഈ ഒരു ബേസിൽ ഇത് ഒരെണ്ണേ ഉള്ളൂ കേട്ടോ. ഈ ഒരു ഡിസൈനിൽ വരുന്ന അതിനകത്ത് ഈ ബേസിൽ വേറെ ഡിസൈൻസ് നമുക്ക് അവൈലബിൾ അല്ല. 44 ഇഞ്ച് വിഡ്ത്ത് 275 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. അപ്പോൾ ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. ഇതും ഈ ഒരെണ്ണമേ ഈ ഒരു ബേസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. ഇത് ബ്ലാക്ക് അല്ല വരുന്നത്, ഒരു കോഫി ബ്രൗണിൻ്റെ ഒരു ബേസിലായിട്ട് വരുന്നതാണ്. ഒരു ലൈറ്റ് കുറച്ചൊരു സെറ്റിലായിട്ടുള്ള ഒരു ബ്ലാക്ക്. അതിനകത്ത് ഈ ഒരു യെല്ലോ ആൻഡ് ബ്ലൂവിലാണ് കേട്ടോ കോമ്പിനേഷൻസ് വരുന്നത്. അതും ഈ ഒരു അജറക് ഡിസൈൻ. ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു അജറക് ഡിസൈനല്ല, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ളൊരു ഡിസൈനാണ്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടാൽ അതിൻ്റേതായ ആ ഒരു ലുക്കും ഉള്ളൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും ഈ ഒരു ബേസിൽ, അതായത് ഒരു കോഫിയുടെ ബേസിൽ വരുന്നതും ഇത് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ചെക്ക് ചെയ്തോളൂ കേട്ടോ. 275 ആണ് പെർ മീറ്റർ, 44 ഇഞ്ചാണ് വിഡ്ത്ത് വരുന്നത്. നെക്സ്റ്റ് വരുന്ന ഗ്രീൻ്റെ ബേസിലാണ് കേട്ടോ. ഇതാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് വരുന്ന ആ ഒരു രീതിയിലാണ് നമ്മളിപ്പോൾ മെറ്റീരിയൽ ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് ഗ്രീൻ ബേസിൽ വരുന്നതാണ്. ഗ്രീൻ ബേസ് ആകുമ്പോൾ അതിനകത്ത് യെല്ലോയും ബ്രിക്ക് റെഡും ബ്ലാക്കും ഒക്കെയാണ് കേട്ടോ അതിനകത്ത് കോമ്പിനേഷൻസ് വരുന്നത്. അപ്പോൾ ഓരോ പ്രാവശ്യം ഡൈ ചെയ്യുന്നതുകൊണ്ട് തന്നെ യെല്ലോയുടെ കളറിന് ചെറിയ വ്യത്യാസങ്ങൾ, ഇപ്പോൾ ഒരേ യെല്ലോയുടെ ഷെയ്ഡ് ആയിരിക്കണമെന്നില്ല എല്ലാത്തിനകത്ത്. അങ്ങനെയുള്ള ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നതല്ലാതെ ഗ്രീനകത്തോട്ട് യെല്ലോയും ബ്രിക്ക് റെഡും ബ്ലാക്കും ഒക്കെയാണ് കേട്ടോ അകത്ത് ഷെയ്ഡ്സ് വരുന്നത്. എല്ലാം തന്നെ 44 ഇഞ്ച് വിഡ്ത്തിലാണ് വരുന്നത്. 275 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഈ ഒരു ഡിസൈൻ്റെ നമ്മൾ 1-2 പ്രാവശ്യം റീസ്റ്റോക്ക് ചെയ്ത ഐറ്റമാണ്. ഇതിൻ്റെ ഇനിയിപ്പം ഈ ഗ്രീനും റെഡും പിന്നെ ഒരു ബ്ലൂവിലുണ്ടെന്ന് തോന്നുന്നു. 3 എണ്ണത്തിൽ മാത്രമേ ഇനി ഈ ഒരു ഡിസൈൻ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവരെടുത്തോളൂ കേട്ടോ. ബാക്കിയെല്ലാം ഫിനിഷ് ആയിരുന്നേ. ഇത് ടോപ്പ് നല്ലൊരു ഗ്രീൻ ബേസിൽ വരുന്നതാണ്. ടോപ്പിനും ബോട്ടത്തിനും എല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പം ഈ വെർട്ടിക്കൽ ഡിസൈനും ഇതും ഇതിനകത്ത് യെല്ലോയുടെ ഡിസൈൻസും തമ്മിൽ നല്ല ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അതാ പറഞ്ഞ്, അപ്പോൾ ഏതാ വേണ്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചാൽ മതി കേട്ടോ. എല്ലാം 275 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്.
നല്ലൊരു ഗ്രീൻ ബേസാണ് കേട്ടോ. അപ്പോൾ ഈ ഗ്രീൻ്റെ ബേസും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അത് ആ ഡൈയിൽ വരുന്ന വ്യത്യാസത്തിൽ വരുന്നതാണ് കേട്ടോ. അപ്പം ഗ്രീനാണ് കോമൺ ആയിട്ട് ബേസിൽ വരുന്നത്. എല്ലാം 44 ഇഞ്ച് വിഡ്ത്തിലും 275 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ്. നല്ല ഒറിജിനൽ പ്യുവർ കോട്ടൺ ഹാൻഡ് ബ്ലോക്ക് അജ്രക്കിൽ വരുന്നതാണ്. ഇത് പ്രിൻറ്റുകളും കാര്യങ്ങളും ഒന്നും അല്ല, ഒറിജിനൽ അജ്രക്ക് തന്നെയാണ് കേട്ടോ. 1 മീറ്ററിനാണ് 275 കേട്ടോ. $44 ഇഞ്ചാണ് വിഡ്ത്ത്. ഇത് ഗ്രീൻ ബേസിലാണ് കേട്ടോ. അപ്പം ഇതിനകത്ത് ഈ റെഡിൻ്റെ ഈ ബ്രിക്ക് റെഡിൻ്റെ ഒരു ബേസാണ് ഇതിനകത്ത് വരുന്നത്. അതിനകത്തും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും കേട്ടോ. സെയിം ഇതായിരിക്കണമെന്നില്ല. അതായത് ഇപ്പോൾ 2 സെയിം ഷെയ്ഡ് തന്നെ ഇത് കേട്ടോ. സെയിം ഡിസൈൻ തന്നെയാണ്, 2 ഇതായിട്ട് ഇരിപ്പുണ്ട്. അതായത് ഈ ഒരു ഡിസൈൻ തന്നെ 2-3 ഷെയ്ഡിൽ കളർ ചേഞ്ചസിലുണ്ട്. ഞാൻ കാണിക്കാമേ. ഇത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ. അജ്രക്കിൽ വരുന്നത് ഹാൻഡ് ബ്ലോക്ക് അജ്രക്കാണ്. പിന്നെ ഇതാ ഈ ഒരു മാംഗോ മോട്ടീഫിൽ അല്ലെ പേസ്ലി ഡിസൈൻസ് എന്നൊക്കെ പറയുന്നത്. മാംഗോ മോട്ടീഫിൻ്റെ ആ ഒരു ഡിസൈൻ തന്നെയാണ് പേസ്ലി എന്ന് പറയുന്നതിലും വരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാം ഇത് ഗ്രീൻ ബേസ് ഇത്രയേ ഉള്ളൂ. ഇനി ഒരു ഡിസൈനും കൂടെ ഉണ്ട്. അതിൻ്റെ പല ഷെയ്ഡ്സ് ഉണ്ട്. അപ്പം 44 ഇഞ്ച് വിഡ്ത്ത് 275 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. ഓർഡർ ചെയ്യാനായിട്ട് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി. പിന്നെ നെക്സ്റ്റ് വൺ ഈ ഒരു ഡിസൈൻ വരുന്നതാണ്. അപ്പോൾ ഇതിനകത്ത് ഗ്രീൻ ബേസിലും വരുന്നത്. ഇതിപ്പോൾ അത് ഗ്രീനും റെഡും യെല്ലോയും ഒക്കെയാണ് ഇതിനകത്ത് കൂടുതൽ വരുന്നത്. അപ്പം ഇതിനകത്ത് റെഡ് കുറച്ച് കൂടുതൽ വരുന്നുണ്ട്. ഇതായതുകൊണ്ട് ഒത്തിരി ഡിഫറൻസ് വരുന്നുണ്ട് റെഡിൽ നമ്മൾ. പിന്നെ ആ കളർ കൊടുത്തേക്കുന്നതിനകത്തും ചെറിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ട് കേട്ടോ. ഇവിടെ ബ്ലാക്ക് കൊടുത്തേക്കുന്നിടത്താണ് ഇവിടെ റെഡ് കൊടുത്തത്. അങ്ങനെ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ പിന്നെ ഇതും ഒരു ഗ്രീൻ ഇച്ചിരി ബ്ലൂ കൂടി നിൽക്കുന്ന ഒരു ഗ്രീൻ്റെ ബേസിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇച്ചിരി ബ്ലൂവിഷ് കൂടുതലുള്ള ഒരു ഗ്രീനാണ് കേട്ടോ. അതിനകത്ത് റെഡാണ്. എന്നാൽ നമുക്ക് ബ്ലൂ ആ ഒരു ഇൻഡിഗോ ബ്ലൂവിനകത്ത് ആ കറക്റ്റ് ഷെയ്ഡും അല്ല. അപ്പം ഗ്രീനും ബ്ലൂവിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്നൊരു ഷെയ്ഡിലാണ് ഇത് വരുന്നത്. അതിനകത്ത് യെല്ലോ ആണ് കേട്ടോ. യെല്ലോയും ബ്ലാക്കും അതിനകത്ത് കോമ്പിനേഷൻസ് വരുന്നുള്ളൂ. പിന്നെ ബേജിൻ്റെ ഒരു ഷെയ്ഡും. അപ്പോൾ അതിനകത്ത് റെഡ് വരുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് 275 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓർഡർ ചെയ്തോളൂ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് യെല്ലോയുടെ ബേസിൽ കാണാം. നല്ല മസ്റ്റാർഡ് അല്ല ടർമറിക് യെല്ലോയുടെ ബേസിൽ വരുന്നതാണ് കേട്ടോ. അതായത് പേസ്ലി ഡിസൈൻസ് ആണ്. യെല്ലോയ്ക്കകത്ത് കൂടുതലായിട്ടും അകത്ത് ഗ്രീനും പിന്നെ ഒരു ബ്ലാക്കിൽ ചിലപ്പം ഡാർക്കർ ജെറ്റ് ബ്ലാക്ക് ആയിരിക്കും, ചിലപ്പോൾ അതൊരു കോഫിയുടെ ബ്ലാക്കിലായിരിക്കും വരുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് വൺ പേസ്ലി ഡിസൈനാണ്. പിന്നെ സെക്കൻഡ് വൺ ഈ ഒരു ഡിസൈൻ. പിന്നെ നെക്സ്റ്റ് വൺ ഇത് ഈ ഒരു 6 ആഗിൽ വരുന്നത് കേട്ടോ. ഇതിനകത്തേക്ക് ഇതൊന്നും ഭയങ്കര ജെറ്റ് ബ്ലാക്ക് അല്ല. ഇതെല്ലാം തന്നെ കോഫിയുടെ ബേസിലാണ് വരുന്നത് കേട്ടോ. അതായത് പിന്നെ ഈ ഒരു ഡിസൈനുമേ നമുക്കങ്ങനെ മിനിമം ഓർഡർ ഒന്നും ഇല്ല കേട്ടോ. അതിന് ക്വാണ്ടിറ്റി ഇത് അവൈലബിലിറ്റി അനുസരിച്ച് തരാമേ. അതായത് യെല്ലോ ഗ്രീൻ അതാണ് കോമ്പിനേഷൻസ് വരുന്നത്. പിന്നെ അതായത് സെയിം ഡിസൈനാണ്. കളർ കൊടുത്തേക്കുന്നതിനകത്ത് ഡിഫറൻസ് മാത്രമേ ഇതിനകത്ത് വരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ യെല്ലോയുടെ ഷെയ്ഡ്സ് ഇത്രയായിരുന്നു. 44 ഇഞ്ച് വിഡ്ത്ത് 275 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ് വരുന്നത്. പ്ലസ് കൊറിയർ നമുക്ക് അവൈലബിൾ ആണ്. ഷിപ്പിംഗ് ഈ 275 ഷിപ്പിംഗ് ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. അത് എക്സ്ട്രാ ആണ്.
ആൻഡ് ഡിപ്പെൻസ് ഓൺ ദി വെയ്റ്റ് ഓഫ് ദി മെറ്റീരിയൽ ഓടോടും ആണ് കേട്ടോ. ഇതെന്ന് പറയുന്നത് ഇൻഡിഗോ ബ്ലേസ് അല്ലെങ്കിൽ ബ്ലൂവിൻ്റെ 2 ബേസ് വരുന്നുണ്ട്. അതായത് ബ്ലൂവിനകത്ത് റെഡ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്, പിന്നെ യെല്ലോയുടെ കോമ്പിനേഷൻ വരുന്നുണ്ട്, അല്ലെ പിസ്ത ഗ്രീൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്ന ബ്ലൂ ആൻഡ് പിസ്ത ഗ്രീൻ കോമ്പിനേഷൻ വരുന്നതും വരുന്നുണ്ട്. യെല്ലോ പ്ലസ് ഗ്രീൻ വരുമ്പം ഇതിപ്പോൾ ആ ഒരു ബ്ലൂവിൻ്റെ കോമ്പിനേഷനാണ്. ബ്ലൂ പ്ലസ് പിസ്ത ഗ്രീൻ്റെ കോമ്പിനേഷൻ വരുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിനകത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിനകത്ത് യെല്ലോയുടെ ലൈറ്റ് ഷെയ്ഡാണ് കേട്ടോ വരുന്നത്. പിന്നെ എല്ലാം തന്നെ 44 ഇഞ്ചിലാണ് വരുന്നത്. 275 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്. നല്ല പ്യുവർ ഹാൻഡ് ബ്ലോക്ക് അജ്രക്കിൽ വരുന്നതാണ് കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചോളൂ, അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ. ഇതൊക്കെ ഒരു ബ്ലൂ ആൻഡ് പിസ്ത ഗ്രീൻ്റെ കോമ്പിനേഷനിൽ വരുന്നതാണ് കേട്ടോ. ഇത് ഇത്രയും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഷെയ്ഡിൽ വരുന്നതാണ് കേട്ടോ. നമ്മൾ ഫസ്റ്റ് കണ്ട ഷെയ്ഡുമായിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട്. ഈ ഒരു ഷെയ്ഡിൽ വരുന്നതാണ്. ഇതിനകത്ത് യെല്ലോയും ബ്ലാക്കും ആണ് കേട്ടോ കോമ്പിനേഷൻസ് വരുന്നത്. ബ്ലൗസിനും ടോപ്പിനും ഒക്കെ നല്ലതാണ് കേട്ടോ. ഷർട്ടിന് വരെ നല്ലതാണ്. നല്ല ലുക്കായിരിക്കും കേട്ടോ ഷർട്ടൊക്കെ, ജെൻസിൻ്റെ ഷർട്ടൊക്കെ തയ്ച്ചിട്ടാലേ കേട്ടോ. കോട്ടൺ ലവേഴ്സിന് നല്ലൊരു ഓപ്ഷനാണ്, പ്ലസ് അജറക് ലവേഴ്സിന്. പിന്നെ ഈ ഒരു ഡിസൈനിൽ കോഫിയിൽ ഇത് ഇച്ചിരി വ്യത്യാസപ്പെട്ട ഒരു ഷെയ്ഡ് കോഫിയാണ് കേട്ടോ. ഫസ്റ്റ് നമ്മൾ ഒരെണ്ണം അപ്ഡേറ്റ് ചെയ്തായിരുന്നു. ഇതും കോഫിയാണ് കേട്ടോ. 2 ഷെയ്ഡ് തമ്മിൽ വ്യത്യാസമുണ്ട്. കോഫിയുടെ ഷെയ്ഡിലാണ് വരുന്നത്. ഗ്രീൻ ബേസിൽ ഇങ്ങനെ ഒരു ഡിസൈനും കൂടെ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഇത് നമുക്ക് ബ്ലൂ പ്ലസ് റെഡ് എന്നുള്ള കോമ്പിനേഷനിൽ വരുന്നത്. അപ്പോൾ അതൊരു കുറച്ച് ഡാർക്കർ ബ്ലൂ കോമ്പിനേഷൻ വരും. ബ്ലൂ പ്ലസ് റെഡും ബ്രിക്ക് റെഡ് ആൻഡ് ബ്ലാക്കിൽ പ്ലസ് ബേജ് വരുമ്പം കുറച്ച് ഡാർക്കറായിട്ട് വരുന്നുണ്ട് ആ ബ്ലൂ. ഇത്
ബ്ലൂ പ്ലസ് റെഡും ബ്ലാക്കും ഓഫ് വൈറ്റും ആണ് ഇതിനകത്ത് കോമ്പിനേഷൻസ് വരുന്നത്. ഇത് 6 ആഗിൽ വരുന്നതാണ് കേട്ടോ. ഇത് നമുക്ക് ടോപ്പിനും എടുക്കാം ബോട്ടത്തിനും എടുക്കാം. പിന്നെ ഇത് ഹാൻഡ് ബ്ലോക്കിൽ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ചിലപ്പോൾ അടുത്ത ബ്ലോക്ക് വെക്കുമ്പോൾ സെയിം ലൈനിൽ തന്നെ വരണം. അത് അങ്ങനെയുള്ള നമുക്ക് കലങ്കാരിയിലൊക്കെ വരത്തില്ല, അതുപോലുള്ള ചെറിയ ചെറിയ ഇതിനകത്തുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് 6 ആഗിലും ലൈൻസും ഒക്കെ വരുമ്പോഴാണ്. പേസ്ലി ഡിസൈൻ ആണ് കേട്ടോ. നെക്സ്റ്റ് വൈറ്റിൻ്റെ, അതായത് ഓഫ് വൈറ്റ് പ്ലസ് ബ്ലൂ കോമ്പിനേഷനിൽ വരുന്ന ഒരു ഇതിൻ്റെ കളക്ഷൻസാണ് കേട്ടോ. ബ്ലൂ പ്ലസ് യെല്ലോ ആണ് അകത്ത് ഷെയ്ഡ്സ് വരുന്നത്. ഓഫ് വൈറ്റ് ആണ് ബേസ് വരുന്നത്. അതിനകത്ത് ബ്ലൂ ഉണ്ട് യെല്ലോയും ഉണ്ട് ഇത് ഷെയ്ഡ്സ് വരുന്നത്. ഇത് പിന്നെ സ്ട്രൈപ്സ്, പിന്നെ ഇതാ ഇങ്ങനൊരു ഡിസൈന്, പിന്നെ അതായത് ഈ 6 ആഗ്, പിന്നെ ഇതാ ഇങ്ങനെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. അപ്പോൾ ഓഫ് വൈറ്റിലെ കളക്ഷൻസ് അതായിരുന്നു. നമുക്ക് 275 ആണ് പെർ മീറ്റർ റേറ്റ് വരുന്നത്, പ്ലസ് കൊറിയർ വരുവേ. ഇനി ബ്ലാക്കിൽ വരുന്നത് ഇത് 6 ആഗിൽ വരുന്നതാണ് കേട്ടോ. ഇതാ ചെറിയ വ്യത്യാസത്തിൽ ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട് ഈ രണ്ടും തമ്മിൽ. ആ ബ്ലൂവിൻ്റെ അതിനകത്ത് ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് നോക്കി എടുത്തോളൂ ഏതാണ് വേണ്ടതെന്നുള്ളത്. ഇത് പേസ്ലി ഡിസൈൻ, ഈ 6 ആഗ്, പിന്നെ ഇതാ ഈ ഒരു പേസ്ലി ഡിസൈൻ, പിന്നെ ഇതാ ഇത്. പിന്നെ ലൈൻസ് വരുന്നുണ്ട് വെർട്ടിക്കൽ, പിന്നെ ഇതാ ഇത്. പിന്നെ ഇതായത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ. നമുക്ക് ടോപ്പിനും ചെയ്യാം ബോട്ടത്തിനും ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഡിസൈനാണ്. ഇങ്ങനെ വരുന്നത്. പിന്നെ ഇതായത് പിന്നെ ഇതാ ഈ ഒരു ഡിസൈൻ, പിന്നെ ഈ ഒരു ബ്ലാക്ക് ഡിസൈനിൽ തന്നെ രണ്ട് ഇതുണ്ട്, രണ്ട് ചെറിയ ചെറിയ വ്യത്യാസമുണ്ട് കേട്ടോ. ആ ബ്ലോക്കിൽ ഇങ്ങനെ ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇത്.
അപ്പോൾ ബ്ലാക്കിൻ്റെ കളക്ഷൻസും ഇത്രയായിരുന്നു. ഇത് വരുന്നത് റെഡിൻ്റെ ബേസിലാണ്, ബ്രിക്ക് റെഡ് ആ ഒരു, അല്ലെങ്കിൽ ചിലത് ഒരു റെഡിഷ് മെറൂണിൻ്റെ ഒരു ബേസിലാണ് വരുന്നത്. ഇങ്ങനെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ ഇങ്ങനെ വരുന്നത്. അതിനകത്ത് ബ്ലാക്കും ബ്ലൂ ഒക്കെയാണ് കേട്ടോ കോമ്പിനേഷൻസ് വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ ഇത് സ്ട്രൈപ്സ്, ഈ ഒരു പേസ്ലി ഡിസൈൻ, പിന്നെ ഈ ഒരു ഫ്ലവറിൻ്റെ ബ്ലോക്ക് 275 ആണ് കേട്ടോ പെർ മീറ്റർ റേറ്റ്. പിന്നെ ഈ ഒരു 6 ആങ്ക്, ഈ ഒരു മോട്ടീഫ്, പിന്നെ ഈ കോണ്ട ഡിസൈൻ, കോണ്ട കട്ട് സെക്ഷൻ. ഇത് ഇപ്പോൾ റെഡിൽ മാത്രമേ ഉള്ളൂ കേട്ടോ, വേറെ എല്ലാ ഷെയ്ഡ്സിലും ഉണ്ടായിരുന്നു. ഇത് പിന്നെ ഇത് നല്ലൊരു ഡിസൈനാണ് കേട്ടോ, നല്ല ഭംഗിയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. പിന്നെ ഇത് പിന്നെ ഈ ഒരു മോട്ടീഫ്, പേസ്ലി അല്ലെങ്കിൽ മാംഗോ മോട്ടീഫ്. ഇത് പിന്നെ ഈ ഒരു ഡിസൈൻ, പിന്നെ ഇത് ഇതിനകത്ത് ബ്ലൂവും ബ്ലാക്കും ആണ് കേട്ടോ കോമ്പിനേഷൻസ് വരുന്നത്. ഇതിനകത്ത് അപ്പം യെല്ലോയും ഗ്രീനും ആണ് കേട്ടോ കോമ്പിനേഷൻസ് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ചെറിയൊരു ബേസിലും ചെറിയ ഡിഫറൻസ് വരുന്നുണ്ട്. ഇതൊരു പൊടിക്ക് ലൈറ്ററായിട്ടാണ് നോക്കുന്നത്, കാണുന്നത്. യെല്ലോയും ബ്ലാക്കും യെല്ലോയും ഗ്രീനും ഇതിനകത്ത് കോമ്പിനേഷൻസ് വന്നുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ബ്ലൂവും ബ്ലാക്കും ആണ് കേട്ടോ കോമ്പിനേഷൻസ്. ഇതിനകത്ത് ബ്ലാക്കുണ്ട്. അതായത് ഈ ഒരെണ്ണം, ഇതും ഈ സെയിം പറഞ്ഞ പോലെ തന്നെ 2 ഇതിൽ വരുന്നുണ്ട് ചെറിയ വ്യത്യാസത്തിൽ. അപ്പോൾ ഇന്നത്തെ അജ്രക്കിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ. പിന്നെ നമ്മുടെ വീഡിയോസ് വെനസ്ഡേ ആൻഡ് സാറ്റർഡേ 7 PM ആണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഫസ്റ്റ് തുടങ്ങിയപ്പോൾ ഉള്ളതുപോലെ തന്നെ വെനസ്ഡേ ആൻഡ് സാറ്റർഡേ 7 PM ആണ് കേട്ടോ. അപ്പോൾ അത് മറക്കാതെ കാണണേ. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ നമുക്ക് ജെയിൻ ഫാഷൻസ് ബൊട്ടീക്ക് എന്നും പറഞ്ഞൊരു അക്കൗണ്ട് പേജുണ്ട്, അതും കൂടി ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കണേ. അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബിലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കണം കേട്ടോ. അപ്പോൾ വീഡിയോസ് ചെക്ക് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ, അവൈലബിലിറ്റി ചെക്ക് ചെയ്തിട്ട് പറയാമേ. കാരണം കളക്ഷൻസ് നമുക്ക് ഒരുപാടുള്ളതുകൊണ്ട് അവൈലബിൾ കളക്ഷൻസ് ഇടാൻ പറയുമ്പോൾ നമുക്കങ്ങനെ ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെ ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്കത് ഇപ്പം ഏതാ വേണ്ടതെന്നുള്ള ഒരു എവിടെ നിന്ന് എടുത്തിടും. അങ്ങനെപ്പോണ്ട് സ്ക്രീൻഷോട്ട് അയച്ചിട്ട് അതിൻ്റെ അവൈലബിലിറ്റി ചോദിക്കുകയാണെങ്കിൽ എത്രയും എളുപ്പമായിരിക്കും. അപ്പം നമുക്കത് പറഞ്ഞാൽ മതിയല്ലോ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്, കീപ് സപ്പോർട്ടിങ് മീ.